സർപ്പക്കാവും ജ്യോത്സ്യനും. അതായത് ഈ ചില ജ്യോത്സ്യന്മാർ പറയുന്നു സർപ്പക്കാവ് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന്, ചില ജ്യോത്സ്യന്മാർ പറയുന്നു സർപ്പക്കാവിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് വെട്ടി നിരത്താൻ പറയുന്നു. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ തിരുമേനി? അതായത് തിരുമേനിയോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം മുൻ ആറ്റുകാൽ മേൽശാന്തിയായിരുന്ന തിരുമേനിക്ക് നിരവധി എക്സ്പീരിയൻസ് ഉണ്ടാകാം. അതുകൊണ്ടാണ് തിരുമേനിയോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഭാഗമാണ്. കാവ് തീണ്ടലെ കുടിവെള്ളം മുട്ടുമെന്ന് പറഞ്ഞ, അതായത് പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ദേവതകളാണ് സർപ്പം. സർപ്പവും നാഗവും രണ്ടായിട്ട് തന്നെ ഭഗവത്ഗീത പറയുന്നു. അപ്പോൾ സർപ്പാണാം അസ്മി വാസുകിന്നും, അല്ലെങ്കിൽ അനന്തനാണ് ഞാനെന്നും, നാഗങ്ങളിൽ അനന്തനാണെന്നും. അപ്പോൾ നാഗാസ്യു കാമരൂപണ, അത് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നത്. സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവുകളാണല്ല, ലോകത്ത് വേവില്ലാത്ത ഒന്നുമില്ല. ഇതെല്ലാം ആ ശക്തികളൊക്കെ സർപ്പതി എന്നുള്ളതാണ് ആ സർപ്പം എന്നുള്ള സങ്കല്പം. അതിൻ്റെ അതിദേവതകളാണ് ഇതിൻ്റെ സാധനങ്ങൾ, അതിൻ്റെ ബിംബങ്ങളാണ് സർപ്പങ്ങൾ, ഈ ഇഴഞ്ഞു നടക്കുന്ന സാധനങ്ങൾ മാത്രം. അപ്പോൾ അതാണ് സർപ്പബലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള സമീചീനാമാസി പ്രാചീരിക്തസ്യാത്ത് എന്നിങ്ങനെ അതിനൊരു പ്രത്യേക പ്രൊണൗൺസിയേഷനൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകം അകിലുകൂട്ടം, ഒരു മാഞ്ചി, രാമച്ചി, ഇരുവേലി, ഇങ്ങനെ പ്രത്യേക ഔഷധങ്ങളെ കൊണ്ടാണത് പുകയുണ്ടാക്കുന്നത്. അങ്ങനെ വളരെ ശാസ്ത്രീയമായ സംവിധാനങ്ങളാണ് അതുള്ളത്. അതിന് ചില ജ്യോത്സ്യന്മാരുടെ വന്ന ആൾക്കാർ വന്ന് ചോദിക്കും, ഞങ്ങളുടെ വീട്ടിലൊരു കാവുണ്ട്, ഇതെല്ലാം നോക്കി നടത്താൻ ആരുമില്ല. ഈ പറയുന്നത് കേൾക്കുമ്പോഴേ ജ്യോത്സ്യന് മനസ്സിലാവും, ഞാനിത് പൊളിച്ച് കളയാൻ പറഞ്ഞില്ലെങ്കിൽ ഇവന്മാർ വേറൊരിടത്ത് ജ്യോത്സ്യൻ എടുക്കുന്ന, എനിക്ക് 1000 തന്നെങ്കിൽ മറ്റൊരു 5000 കൊടുത്തിട്ട് ഇത് പൊളിച്ചു കളയാനോളാൻ പറഞ്ഞോളാന്ന് പറയും. അപ്പോൾ ഈ ജനങ്ങൾ തന്നെയാണ് തെറ്റുകാർ, ജ്യോത്സ്യനെ തെറ്റുകാരാക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയും, ജ്യോത്സ്യൻ തോറും ഉള്ള കാശ് മേടിച്ചിട്ട് ഇത് പൊളിച്ചോളാൻ പറയും. പണ്ടത്തെ കാലത്ത് പാപ്പമേക്കാട്ടുകാർക്ക് മാത്രമേ അധികാരമുള്ളൂ കാവ് മാറ്റാനെന്ന് പറയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ആ സ്ഥലത്തിൻ്റെ വിലയും കൂടെ തരണമെന്നൊക്കെ പറയാം. അങ്ങനെ അത് വലിയൊരു ബേർഡൻ എടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ ആ ഒരു നിർബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു കാവുകൾ ഇവിടെ കാണത്തില്ല. ശരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സർപ്പങ്ങൾ. ഇതെല്ലാം ഇതിൻ്റെ വിഷയങ്ങളൊക്കെ, ഇതൊക്കെ രാഹുവിനെ കൊണ്ടും ജ്യോതിഷത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സർപ്പബാധ എന്താണ്, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഇന്ന ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഒരു നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിന്ന് വരുന്നതിൽ ഒരു കാര്യം, ജനങ്ങൾക്ക് ഇതെങ്ങനെ ജ്യോത്സ്യന്മാരെ സമീപിക്കണമെന്നറിയില്ല. ഇവർ വരുമ്പോഴേ ആദ്യമേ അവരുടെ വിവരങ്ങളെല്ലാം അങ്ങ് പറഞ്ഞ് ജ്യോത്സ്യൻ്റെ മണ്ടയ്ക്കോട് പറയുന്ന ഉടനെ ഇവരത് തന്നെ തിരിച്ചു പറയും, എന്നിട്ട് ഒരു പരിഹാരവും എഴുതി കൊടുക്കും. അങ്ങനെ നമ്മളാരും നമ്മുടെ വിവരങ്ങൾ അങ്ങോട്ട് പറയരുത്. എങ്ങനെ ജ്യോത്സ്യരെ സമീപിക്കണം, ഇതിന് ഒരു ചോദ്യം ഉണ്ടായാൽ നന്നായിരിക്കും. കാരണം അതായത് ഒന്നും നമ്മുടെ വിവരങ്ങളൊന്നും അങ്ങോട്ട് പറയുകയല്ല, നമുക്ക് അറിയേണ്ട കാര്യം മാത്രമേ ചോദിക്കുക. ജസ്റ്റ് ആ ആദ്യത്തെ അക്ഷരം, അത് ഇരിക്കുന്ന രാശി, ഒരു വസ്ത്രം തുടങ്ങി എല്ലാത്തിൻ്റെയും കുറേ നിമിത്തങ്ങൾ, അന്നേരത്തെ സമീപത്തോട്ട്, അതായത് നിമിത്തങ്ങൾ, ഗ്രഹസ്ഥിതി, അവരുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്ലാനറ്ററി പൊസിഷൻ, ഇങ്ങനെ കുറേ ഒരു 10-28 എന്നല്ല കുറേ ഘടകങ്ങൾ വെച്ചിട്ടാണ് ഒരു ജ്യോത്സ്യൻ ഫലം പ്രഡിക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് പോലും രാശികളുണ്ട്. അപ്പോൾ ഒരു ജ്യോത്സ്യനെ എപ്പോഴും കബഡി തന്നെ കബഡി ഒരു മാധ്യമം മാത്രമാണ്, അല്ലെ വെറ്റിലെ ഒരു മാധ്യമമാണ്, അല്ലെ ശംഖ് കറക്കുന്ന ഒരു മാധ്യമമാണ്, അല്ലെ ഒരാൾ വാക്ക് പറയുന്നു, ഫോണിൽ കൂടെ വേണേലും പറയാം. അപ്പോൾ ആ അവരുടെ അക്ഷരസംഖ്യ കൊണ്ട് ഒരു ലഗ്നം ഉണ്ടാക്കി അതിൻ്റെ ആ പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലോകത്ത് ഇവൻ്റെ പോയിൻ്റ് എവിടെ, അതായത് ലോകത്തെ 12 തരത്തിലുള്ള ടൈപ്പുള്ള ആൾക്കാരിൽ ഇദ്ദേഹത്തിൻ്റെ പോയിൻ്റ് എവിടെ വന്ന് നിൽക്കുന്നു എന്ന് വെച്ചിട്ടാണ് ഇതിനെ അത് വെച്ചിട്ടാണ് അതിൻ്റെ തിയറി. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ സംഖ്യ പറഞ്ഞാൽ പറ്റും. ഇങ്ങനെ അതൊക്കെ വെറും മാധ്യമങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ കബഡി തന്നെ നോക്കി ഇങ്ങനെ അവിടെ ഇഴഞ്ഞു പോകുന്നൊന്നും കാണത്തൊന്നുമില്ല. അതിൻ്റെ തിയറി വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിതെല്ലാം കണ്ടുപിടിക്കാനും പറ്റും, അതിന് പരിഹാരം പറയാനും പറ്റും. അപ്പോൾ സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയ ആരോഗ്യ പുത്രാബ്ദേ, സന്താനം ഉണ്ടാകാനും ബീജം പാമ്പിൻ്റെ രൂപത്തിലാണ്. ആദ്യം നമ്മൾ പാമ്പിൻ്റെ രൂപത്തിലായിരുന്നു. അപ്പം ഇങ്ങനെ വേവ്സ് ഇല്ലാത്ത ലോകത്തൊന്നുമില്ല. അപ്പോൾ അതെല്ലാം സങ്കേതമാണ്. കാലസർപ്പമാണ്. രാഹു കേതു എന്ന് പറയുന്ന 2 നോഡാണ്, ഗ്രഹങ്ങളല്ല. അപ്പോൾ ഇതിനെയൊക്കെ അറിയാൻ വയ്യാത്തവരല്ല ഇതെല്ലാം കണ്ടുപിടിച്ചത്. പിന്നെ സാധാരണ ജനങ്ങളോട്
ഇപ്പോൾ ഒരു മുട്ടുസൂചി താഴെ വീണാൽ ഇരുമ്പല്ലയോ, അത് താഴെ വെള്ളത്തിൽ വീണാൽ താന്നു പോകും. കപ്പൽ ഇരുമ്പല്ലയോ, അത് താഴെ വീണാൽ താന്നു പോകത്തില്ലയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് കുട്ടിയോട് നമ്മൾ പ്ലിംസോൾ രേഖയൊന്നും മർദ്ദമൊന്നും വ്യാപ്തമൊന്നും പറയാൻ പറ്റത്തില്ല. വരണഭവാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി മുതൽ ഇത് താന്നു പോകത്തില്ല. ഇങ്ങനെയാണ്. അവനും സമാധാനമായി നമുക്ക് നമ്മുടെ ജോലിക്കും പോവാം. അവൻ പിന്നെ വലുതാകുമ്പോൾ ചിലപ്പോൾ ഒരു കപ്പൽ ശാസ്ത്രജ്ഞൻ തന്നെ ആയിരിക്കും. അന്നേരം അവൻ ഈ ചോദ്യങ്ങളും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഇതിൻ്റെ പിന്നിലുള്ള മിത്തോളജി എന്ന് പറയുന്നവർ ഇതിൻ്റെ കഥകളെല്ലാം ഒരു ശാസ്ത്രത്തെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടും സൈക്കോളജിക്കലിയാണ് ഇതെല്ലാം. ഇത് റിയൽ ലൈഫുമായിട്ട് ഇതിന് കണക്ഷനുണ്ട്. അതിനകത്ത് ഇപ്പം ഓരോ ഇപ്പോൾ ഭഗവത്ഗീത പോലും അല്ലെ പുരാണങ്ങൾ പോലും ഓരോ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ മനുഷ്യൻ പെരുമാറരുത് എന്നുള്ള ഒരു സന്ദേശം കൊച്ചു പ്രായത്തിൽ കൊടുക്കാനാണ് ഈ ഇങ്ങനെയുള്ള കഥകളെല്ലാം. വാസുകി അങ്ങനെ പോയതും അല്ലെങ്കിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അങ്ങനെയല്ലേ ഏത് പുരാണം എടുത്ത് നോക്കിയാലും നന്മയുടെ വിജയവും തിന്മയുടെ പരാജയവും പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സർപ്പം എന്ന് പറയുന്നത് എനിക്ക് അനുഭവമുണ്ട്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ. സർപ്പവലി ഒക്കെ കഴിച്ചാൽ പാമ്പ് വന്ന് തിന്നുമോ? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞു പാമ്പ് തിന്നേണ്ട കാര്യമില്ല, അത് സസ്യബുക്കൊന്നുമല്ല. പിന്നെ അവിടെ പല്ലി വരും, പല്ലിയെ തിന്നാൻ അടുത്ത വരുതും അങ്ങനെ വന്ന് അങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് നോക്കിയപ്പം അവിടെ പാമ്പ് വന്ന് ഉരുള എടുത്തുകൊണ്ട് പോയ ആ അടയാളം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ട്. അതുപോലെ ക്ഷുദ്രത്തിനെ കുറിച്ചുമൊക്കെ ആൾക്കാർ വീട്ടിൽ തീ കത്തുന്നു, മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ തീ കത്തുന്നു എന്ന് പറയുകയും ഞാൻ ഇന്ന പോലെ സംഭവിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിക്കുകയും അത് ഇന്നടത്ത് പോയി അവിടെ ചെന്ന് പിറ്റേന്ന് അവിടെ ചെന്നിട്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് സാധനം കിട്ടിയതും അത് കിട്ടിയിട്ട് ആൾക്കാർ വീഡിയോ ഒക്കെ അയച്ചു തരാറുണ്ട്. നമുക്ക് അവരുടെ വീട് പോലും അറിയത്തില്ല, ആളിനെ അറിയത്തില്ല. അതുപോലെ ജാതകത്തിൽ നമ്മൾ മറുക് വരെ ഒരു പക്ഷേ അടയാളം വരെ കൃത്യമായിട്ട് ജാതകം കൊണ്ട് ആ ടൈം കറക്റ്റാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. ചിലതൊക്കെ തെറ്റിയിട്ടുമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വൈദ്യശാസ്ത്രം പോലും ഒരു 85% വരെയൊക്കെ പറയുന്നുള്ളൂ. അത്രയൊക്കെ മാർജിൻ ഇതിന് തരാവുന്നുണ്ടെങ്കിൽ ഇത് അതിനും വലിയ ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു ഇതുമില്ലാതെ നമുക്കിത് ഇത്രയും പറയാൻ പറ്റുന്നെങ്കിൽ അതൊരു നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും 10-30 വർഷമായിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഭവം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സർപ്പങ്ങൾ ഈ കാവുകൾ ജ്യോത്സ്യന്മാർ തന്നെ, നല്ല ജ്യോത്സ്യന്മാർ തന്നെ ഒരിടത്ത് കുടുംബത്തിൽ അഷ്ടമംഗലം പ്രശ്നം വെച്ചിട്ട് ഈ കാവെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് അവിടെ ഒരു അമ്പലം വെക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു സർപ്പത്തിനെ വെയിലത്തിരുത്തിക്കോളാൻ പറയുന്ന ഒരുപാട് പേരുണ്ട്. പ്രകൃതിയാണ് ഇത്. ആ പ്രകൃതി ആ കാവിന് ദോഷം വരാത്ത രീതിയിൽ നിങ്ങൾ എന്ത് പൂജ നടത്തുമോ അത് തന്ത്രിമാരും ജ്യോത്സ്യന്മാരും തമ്മിലുള്ള ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇപ്പോൾ തുറന്നു പറയുന്നത് എനിക്ക് വേണ്ടിയില്ല. കാരണം ദൈവം പ്രസാദിച്ച് ഞാൻ തന്ത്രിയും ജ്യോത്സ്യനും കൂടെ ആയതുകൊണ്ട് എനിക്കാരും ജ്യോത്സ്യം ചാർത്തും വിടാറില്ല. ഞാൻ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ടൈപ്പിന് ദൈവം പ്രസാദിച്ച് ആരും വരാറില്ല. ഇങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും കണ്ടുകൂടാതെ തരും. അതുകൊണ്ട് ഞാൻ ആരുടെയും മുഖം നോക്കാറില്ല, ഉള്ള കാര്യം പറയാറുണ്ട്. അത് ഇഷ്ടപ്പെട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല. ഇതിനകത്ത് ഒരു നല്ല വിഭാഗം നെഗറ്റീവ് സംവിധാനങ്ങളുണ്ട്. ഇന്നലെ വരെ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഇന്നൊരു 50 പൈസയുടെ പൂണിലും ഇട്ടിട്ട് ഇന്ന് ഇതൊരു നല്ല കൃഷിയായിട്ട് ഇറങ്ങി തിരിച്ച ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ആൾക്കാരും പറവൂർ ശ്രീധരേന്ദ്രത്തിനെ പോലെ വളരെ പണ്ഡിതന്മാരെയും കണ്ടിട്ടുണ്ട്. തിരുമേനി പറയുന്നത് എല്ലായിടത്തും പുഴുക്കുത്തുകളുണ്ട്, ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. തിരുമേനി പറയുന്നത് ഈ പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ഇതെല്ലാം. നിലനിർത്തിക്കൊണ്ട് അതിന് വേണ്ടുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. വളരെ സന്തോഷം. ഈ ജനങ്ങൾ ചോദിച്ച ആ ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് തിരുമേനിക്ക് നല്ലൊരു ഒരു കാര്യം കൂടെ സമയം ഉണ്ടെങ്കിൽ പറയാം. അതായത് ഈ ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായത് ഈ ബാധകൾ 2-3 തരത്തിലുണ്ട്. ബാധയാണെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ ബാധിക്കുന്ന, അതായത് പ്രേതവും ഭൂതവും ബാധയൊന്നും ആരെയും പിടിച്ച് തിന്നത്തൊന്നുമില്ല. അത് മനസ്സിനെയാണ് ബാധിക്കുന്നത്, ഉപബോധ മനസ്സിനെയാണ് ബാധിക്കുന്നത്. പഞ്ചകോശാന്തരസ്ഥിത, 5 കോശങ്ങളാണ്: അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇതിൽ അന്നമയകോശം എന്ന് പറഞ്ഞ ഈ ശരീരം ആഹാരം കഴിക്കുമ്പോൾ വണ്ണിച്ച് വരുന്ന ഈ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ പൂർവ്വജന്മ ജ്യോതിഷത്തിൻ്റെ കൺസെപ്റ്റ് ചോദിച്ചില്ലെങ്കിലും പറയുകയാണ്. പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായത. മുജ്ജന്മ കർമ്മഫലങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാണ് ജ്യോതിഷ സംഭവം. അതുകൊണ്ട് അതിൻ്റെ ദോഷങ്ങളാണ് ഇന്ന് ബാധയായിട്ട് നമ്മൾക്ക് വ്യാധിയായിട്ട് വരുന്നത്. തത്ശാന്തിക്ക് ഔഷധം, ആദ്യം ഔഷധം കൊടുക്കാനാണ് പറയുന്നത്. ഔഷധം ഫലിച്ചില്ലെങ്കിൽ
ദാനങ്ങൾ പട്ടേരിപ്പാട് രോഗം ദാനം ചെയ്തൊന്നുമില്ല. അതിന് ഛായാദാനം വിധികളൊക്കെ ഉണ്ട് പ്രത്യേകം. ദാനം അശ്വതർ ദാനേർ ജപ ഹോമ അർച്ചനാദിഭി. ജപം എന്ന് പറയുമ്പോൾ നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പറയും മരത്തിന് കിടന്ന് ജപിക്കുമ്പോൾ അറിയാം ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ആ മന്ത്രം ഉണ്ടാകണ തലച്ചോറ് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ അക്ഷരവും ഒരു ഇപ്പോൾ ആധുനിക ട്രെയിനിങ്ങിലൊക്കെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൊക്കെ ദിവസവും നമ്മൾ കമാൻഡുകൾ കൊടുക്കണം, അഫർമേഷൻ കൊടുക്കണം, കർണാടക മുമ്പ് ഇതൊക്കെ തന്നെയല്ലേ പണ്ടും പറഞ്ഞത്. ഇത് തന്നെയാണ് മന്ത്രങ്ങൾ. അതിപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ വലിയ ട്രെയിനിങ്ങുകളിലൊക്കെ കുപ്പിച്ചിലിൻ്റെ മേളിൽ കൂടെ നടത്തുക, ഇതല്ലയോ അഗ്നിക്കാവടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇപ്പം പാശ്ചാത്യർ പറഞ്ഞാൽ കേമം എന്ന് പറയുന്നത്. അപ്പം ബാധ ആരെയും പിടിച്ചു തിന്നുന്നില്ല, ഉപബോധ മനസ്സിനെ ബാധിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്നു. ക്യാൻസറിന് പോലും കാരണം സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ്സിൽ നിന്നാണ് രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നേരെ അഡ്രീനൽ ഗ്രന്ഥി അഡ്രിനാലിൻ പുറപ്പെടുവിക്കുകയും അല്ലെങ്കിൽ ഇന്നർ ഓർഗൻസിൻ്റെ പ്രവർത്തനത്തിന് ഡിസോർഡർ ആകുന്നു. അങ്ങനെയൊക്കെയാണ് സോഡിയം കുറഞ്ഞു, പൊട്ടാസ്യം കൂടി, അല്ലെ തൈറോയ്ഡ് ഇങ്ങനെയാണ് രോഗങ്ങൾ പലതും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ പലതും ഉപവാസം കൊണ്ട് മാറുകയും പ്രാണായാമം ഇതൊക്കെ ഇതെല്ലാം പറയുന്നതാണ്. ഔഷധീർ ദാനീർ ജപ ഹോമ അർച്ചനാധിപതി. ഹോമത്തിന് ഫലം ഉണ്ടോയെന്നും വേണേൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ചോദിക്കട്ടെ, ഞാനപ്പോൾ തിരിച്ചു ചോദിക്കാം. അതായത് കഞ്ചാവിൻ്റെ പുക ശ്വസിച്ചാൽ ദോഷം ഉണ്ടാകുമല്ലോ, മെൻ്റൽ സ്റ്റാറ്റസ് മാറുമല്ലോ. അപ്പോൾ ഔഷധങ്ങളുടെ പുക ശ്വസിച്ചാൽ നല്ലതും ഉണ്ടാവണ്ടേ? മദ്യം കഴിച്ചാൽ മെൻ്റൽ സ്റ്റാറ്റസ് മാറുമെങ്കിൽ പ്രസാദം കഴിച്ചാലും അത് വരണ്ടേ? അല്ലെ സമ്പാദം നെയ്യ് കഴിച്ചാലും വരണ്ടേ? ഒരു ലോജിക്ക് പറയുമ്പം ഒന്നിന് മാത്രം ലോജിക്കും മറ്റേതില്ലെന്ന് പറയില്ല. രണ്ടും ഒരേ തട്ടി തൂക്കണം. അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തരംഗങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ്. തിരുമേനിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൗതുകകരമായ രീതിയിൽ തിരുമേനി അത് അവതരിപ്പിക്കുന്നു. അത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമുണ്ട്, സന്തോഷം. ടൈം കുറവാണ്. താങ്ക് യു, നന്ദി.